വട്ടം കറക്കുന്ന ട്രാഫിക്കിൽ പൊതുജനങ്ങൾ. നാഷണൽ ഹൈവേയുടെ റോഡ് നവീകരണം ആരംഭിച്ചതോടെ പൊതുജനങ്ങളുടെ കഷ്ടകാലവും തുടങ്ങി. 2025ഓടെ ദേശീയപാത ഗതാഗത യോഗ്യമാക്കും എന്ന വാഗ്ദാനത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. എന്നാൽ സമുദ്ര വിഷൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു: 2025ഓടെ ദേശീയപാതയുടെയും സർവീസ് റോഡിന്റെയും പണി പൂർത്തിയാകത്തില്ല. പൊതുജന മധ്യത്തിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വസ്തുത ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുത്തതിലുള്ള അപാകതയാണ്. ദേശീയപാതയിലെ വളവ് നികത്താനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതർ സ്വീകരിച്ച നടപടിയിലൂടെ പൊതുജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കല്ലുവാതുക്കൽ ജംഗ്ഷന്റെയും തൊട്ടടുത്തുള്ള ഷീമാട്ടി ജംഗ്ഷന്റെയും ഇന്നത്തെ അവസ്ഥ. കേരളത്തിലുടനീളമുള്ള ദേശീയപാതയുടെ വളവുകൾ നിലവിൽ ഉള്ളതിനേക്കാൾ കൂടിയ രീതിയിലാണ് ചെന്നെത്തി നിൽക്കുന്നത്. റോഡിന്റെ വളവ് നികത്തുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ഗതാഗത പരിഷ്കരണ യാത്ര ഇന്ന് ഗതാഗത സ്തംഭനാവസ്ഥയിലേക്കാണ് പൊതുജനങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം ജംഗ്ഷനുകൾക്ക് ഉള്ളതുപോലെയുള്ള ഒരു പ്രാധാന്യം നമ്മുടെ കല്ലുവാതുക്കലിനും ഉണ്ടായിരുന്നു. ടൂറിസവും മറ്റു ബന്ധപ്പെട്ട അനന്ത സാധ്യതയായിരുന്നു കല്ലുവാതുക്കലിനും അനുബന്ധ പ്രദേശങ്ങൾക്കും. എന്നാൽ ആ സാധ്യതയുടെ ലോകത്തെത്തിക്കാൻ നമ്മെ നയിച്ച ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞില്ല. കൊട്ടാരക്കര വർക്കല റൂട്ടുമായും ബന്ധപ്പെട്ടും പരവൂർ കൊട്ടാരക്കര റൂട്ടുമായും ബന്ധപ്പെട്ടും വികസന സാധ്യതയുള്ള ജംഗ്ഷൻ ആയിരുന്നു കല്ലുവാതുക്കൽ. വികസന പാതയിലേക്കുള്ള ഒരു സുപ്രധാന ഘടകമാണ് ഗതാഗത സൗകര്യം. എന്നാൽ ദേശീയപാത നവീകരണം ആരംഭിച്ചതോടെ ഗതാഗത സംവിധാനം താറുമാറായത്. ഇന്ന് ചിറക്കര ഇടറോഡിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ടി വരുന്ന ബുള്ളറ്റ് ടാങ്കറുകൾ പോലെയുള്ള ഹെവി വാഹനങ്ങൾ ഷീമാട്ടി കഴിഞ്ഞുള്ള ഊറാംവിള ഭാഗത്ത് പോയി തിരിഞ്ഞു വേണം ആ ഭാഗത്തേക്ക് പോകുവാൻ. ഇതേ അവസ്ഥയാണ് നടക്കൽ ഇടറോഡിൽ നിന്നുള്ള വാഹനങ്ങൾ ഏകദേശം പാരിപ്പള്ളി ഭാഗത്ത് പോയി തിരിഞ്ഞു വേണം കൊല്ലം ഭാഗത്തേക്ക് പോകുവാൻ. ദേശീയപാതയുടെ നവീകരണത്തിന് മുൻപ് റോഡ് മുറിച്ചു കടക്കുന്നത് ഒരു കീറാമുട്ടി ആയിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ റോഡ് മുറിച്ചു കടക്കുക എന്നത് ഹെർക്കൂലിയൻ ടാസ്കായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇടത്തരം വാഹനങ്ങൾക്ക് ദേശീയപാതയുടെ മറുഭാഗത്ത് എത്തണമെങ്കിൽ ജംഗ്ഷനിൽ നിന്നും 4 കിലോമീറ്ററോളം മുന്നോട്ട് പോയി തിരിഞ്ഞു വേണം ദേശീയപാതയുടെ മറുഭാഗത്ത് എത്തിച്ചേരാൻ. ഇതേ അവസ്ഥ ഒരു കാൽനടക്കാരന്റെ കാര്യത്തിൽ ഓട്ടോ പിടിച്ചു വേണം എന്ന് മാത്രം. ഇവിടെ ബന്ധപ്പെട്ട അധികാരികളെ ബോധ്യപ്പെടുത്താനുള്ള പ്രധാന കാര്യം പണികൾ പുരോഗമിക്കും തോറും റോഡിന്റെ വളവുകൾ കൂടി വരികയാണ് എന്ന വസ്തുതയാണ്. പൊതുജനങ്ങൾക്കായി ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ: എത്രയും പെട്ടെന്ന് അണ്ടർ പാസേജിന്റെ പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക. അല്ലാത്ത പക്ഷം പൊതുജനങ്ങൾ കൂടുതൽ യാത്രാക്ലേശത്തിലേക്കായിരിക്കും നിലതെറ്റി വീഴുക.